ഇതാണ് LED സ്ട്രിപ്പ് ഈ സൈഡിലാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് എമറിൻ്റെ ഒരു ഹോട്ടൽ. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ബുർജ് ഖലീഫ ആ ഒരു സൈഡിലായിട്ട് വരും. ആ കാണുന്ന ബിൽഡിംഗ് കേട്ടോ, എന്തൊരു ഷേപ്പ് നോക്കി. നമ്മൾ ദുബായ് വിചാരിച്ച പോലെ സിറ്റിയാണ്. വലിയൊരു ബിൽഡിംഗ്, അതിൻ്റെ ഫ്രണ്ടിൽ പോച്ച ബിൽഡിങ് നോക്കിയത് എങ്ങനെ ഉണ്ടെന്നൊരു ഏത് ഷേപ്പിടേ. നമ്മൾ ആ അണ്ടർഗ്രൗണ്ടിലോട്ട് ഇറങ്ങുക. അണ്ടർഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ ആ വഴി കയറി വരും കേട്ടോ. ഇത് നടന്നിട്ട് തീരുന്നില്ല, കിലോമീറ്റർ കണക്കുണ്ട് കേട്ടോ. ഇത് എങ്ങോട്ടാണ് ഇത് ഇറങ്ങി പോണത്? നിങ്ങളൊന്ന് ചിന്തിക്കണം. അതായത് ഇതിൻ്റെ അടിയിൽ കാർ പാർക്കിങ്. ദുൽഖർ സൽമാൻ കുറുപ്പിൻ്റെ ട്രെയിലറോ ആ ഒരു ഷാറുഖ് ഖാൻ വന്നിറങ്ങിയ സ്ഥലമൊക്കെയാണ് ആ കാണുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്ന ബസ്സിലാണ്. ബിസിനസ് ബൈയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 11 കിലോമീറ്റർ ഉണ്ട്. ഇത് ചുറ്റിക്കറങ്ങിയാൽ പോകത്തുള്ളൂ. 11 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടി വരാൻ നേരത്തെ ഏകദേശം ഒരു 20 കിലോമീറ്ററിലേക്ക് ആണില്ലേ. 35 മിനിറ്റിന് 41 മിനിറ്റാണ് കാണിക്കുന്നത്. കിലോമീറ്റർ 11 ഉള്ളൂ, പക്ഷേ 45 മിനിറ്റാണ് കാണിക്കുന്നത്. കാര്യം ഒന്നാമത്തെ കാര്യം ബ്ലോക്കാണ്. രണ്ടാമത്തെ കാര്യം ഇത് കറങ്ങിയൊക്കെ പോകണം. അപ്പുറം പോകണമെങ്കിൽ തന്നെ 1 കിലോമീറ്റർ കറങ്ങിയാണ് പോകുന്നത്. ഇല്ലേ റോഡ് യൂണിവേഴ്സിറ്റി അപ്പം നമുക്ക് നമ്മൾ കുറേ നടന്ന ഇപ്പം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഇവിടെ ഏതൊരു ബിൽഡിംഗ് ഉണ്ട് നമുക്ക് കണ്ടില്ല. ഫുട്ടൂറ്റി പോലുള്ള ബിൽഡിംഗ് അവിടെ ഉണ്ട്. നിങ്ങളിവിടെ എല്ലാ സ്റ്റോപ്പത്തും ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളെങ്ങനെ ബിൽഡിംഗ് കറങ്ങി അവിടെ രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം ഇറങ്ങുന്നതിനുള്ളിൽ തിരിച്ച് ഇറങ്ങുന്നതിനുള്ളിൽ ആ ബിൽഡിംഗ് കണ്ടിരിക്കും. കുറെ ബിൽഡിംഗ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് അടയാളത്തിന് വേണ്ടി. എവിടെ പോയത് ദുബായിൽ എവിടെ പോയില്ല, അവസാനം അവിടെ എത്തും കറങ്ങി. നിങ്ങൾ ദുബായ് പോവുകയാണെങ്കിൽ നടന്ന് തന്നെ പോകട്ടെ. എന്നാലും നിങ്ങൾക്ക് ദുബായ് എന്താണെന്നും സ്ട്രീറ്റ് എന്താണെന്നും അതിൻ്റെ വൃത്തിയും പിന്നെ ലൊക്കേഷൻ കറക്റ്റ് അറിയണമെങ്കിൽ നടന്നു പോകണം. പിന്നെ ഒരു GPS കൂടെ, ഒരു മാപ്പ്, ഗൂഗിൾ മാപ്പ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഗൂഗിൾ മാപ്പ് കറക്റ്റാണ് കേട്ടോ. പിന്നെ സുബൈൽ എന്ന് പറയുന്ന ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതും കൂടെ ഡൗൺലോഡ് ചെയ്തിട്ടാൽ ബസ്സിൻ്റെ കാര്യങ്ങളെ കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിലുള്ള ബസ്സിൻ്റെ നമ്പേഴ്സ് കൂടുതൽ കാണിക്കും. അതിനെന്തായാലും കാണിച്ചു തരുന്നുണ്ട്. നമ്മളിപ്പം ദുബായ് സിറ്റിയിലോട്ട് കടന്നിരിക്കുകയാണ്. ഇവിടെയാണ് ബിസിനസ് ബൈ അങ്ങനെയുള്ളതല്ല, വിഷൻ ടവർ ബിസിനസ് ബൈ ഉള്ളത്. നമ്മൾ ബുർജ് ഖലീഫ ആ ഏരിയയിലായിട്ടാണ് നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ബിൽഡിംഗ് ഇരിക്കുന്ന കാരണം നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് അപ്പുറത്തിറങ്ങും. ഇതാണ് ബിസിനസ് ബൈ മെട്രോ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. മെയിൻ റോഡാണ് ആ ഒരു റോഡ് വരുന്നത്. പിന്നെ ഇത് രണ്ടും ഇതാണ് സർവീസ് റോഡ് വരുന്നത്. ഇങ്ങനെ ഒരു 1 2 3 4 5 വരിയാണ് ഈ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിനി അങ്ങോട്ട് പോകാം. നമ്മൾ ബുർജ് ഖലീഫയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വാക്ക് വേയിലോട്ട് പോകുക കേട്ടോ. ചുമ്മാ നിന്ന് കൊടുത്താൽ മതി. ഇത് കൊണ്ടുപോയി നിൽക്കണ്ട, അവിടെ എത്തുമ്പോൾ കുറച്ച് സ്ലോ അവിടെ ചുമ്മാ നടന്നാൽ മതി. നമ്മൾ ഈ എനിക്ക് തോന്നുന്നു നമ്മൾ ദുബായ് മാളിൽ പോകത്തില്ലേ, അപ്പോൾ ഇതേപോലെയാണ് അവർ നടക്കുന്നു. അതുകൊണ്ടാണ് നിനക്ക് നടക്കുന്നതായിട്ട് തോന്നിയത്. ഇവിടെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ, മെട്രോ സ്റ്റേഷനായി. നമ്മളിപ്പോൾ ഇനി ഇവിടെ നിന്ന് കയറിയിട്ട് ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി മാത്രം കയറിയതാണ്, വേറെ ഒന്നുമല്ല. അങ്ങ് ദൂരെ കാണുന്നുണ്ട, അതാണ് ബുർജ് ഖലീഫ. കണ്ടോ, നമുക്ക് അങ്ങോട്ട് പോകണം. കണ്ടോ ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പം ചുമ്മാ അടക്കമല്ലേ. ഒരു 2 വർഷം കഴിഞ്ഞ് വരാനത് ഇവിടെ വലിയൊരു ബിൽഡിംഗ് വരും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പെട്ടെന്നായിരിക്കും എല്ലാ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടോ ഇവിടെ എല്ലാ ബിൽഡിങ്സും ഫുള്ളും ഈ ഒരു ഏരിയ ഫുള്ളും ഡെവലപ്ഡ് സ്ഥലങ്ങളാണ് ദുബായിൽ. ആ ഒരു ഏരിയ വലിയ ഡെവലപ്പ് ആയിട്ടില്ല. ഇതപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് അങ്ങ് പോകണം. ആ കാണുന്ന ബിൽഡിംഗ് കേട്ടോ, എന്തൊരു ഷേപ്പ് നോക്കി. ഇവിടുത്തെ ഓരോരോ ആർക്കിടെക്ചറിന് അതിൻ്റെ അഭിപ്രായം എല്ലാം വെറൈറ്റി അല്ലേ, ഒരേപോലെ ഒന്നും ഇരിക്കത്തില്ല, എല്ലാം വേറെ. അതുപോലെ അത് കണ്ടു കഴിഞ്ഞാൽ വേറെ രീതിയിൽ ഇരിക്കുന്ന കാണാം. ഇത് വേറെ രീതിയിൽ, എല്ലാം വേറെ രീതിയിലാണ്. ഈ ഫുള്ള് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ഇതൊരു നമുക്കൊരു ഡെസേർട്ടായിട്ട് തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ഡെസേർട്ടിൽ കുറേ.
കാര്യം ഒരു വരവെങ്കിലുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാതിരിക്കും. നോക്കണ്ട ബുർജ് ഖലീഫ മേളിയിരിക്കുന്നുണ്ട്. ആ ഒക്കെ ബിൽഡിംഗ് എമേറിൻ്റെ ബിൽഡിംഗ് ആണ് ഫുൾ ഇവിടെ കാണുന്നത് മിക്കത് അല്ലേ. അതാണ് ബിസിനസ് ബേ എന്ന് പറഞ്ഞത്. ഫ്ലാറ്റുകളുണ്ട് ഇവിടെ, ഫുള്ളും ഓഫീസുകളാണ് മിക്കതും കൂടുതൽ. പിന്നെ ചുമ്മാ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഒരു ഇതും ഇല്ലാതെ കണ്ട. എൻ്റെ അകത്ത് ഇപ്പം ഓഫീസ് വർക്കിംഗ് ആണ്, റണ്ണിങ് കണ്ടീഷനാണ്. ഇതവിടെ ഉണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടേക്കാണ്, ഉണ്ടാക്കി കുറേ ഉണ്ടാക്കുന്നുണ്ട്. വേറെ ഇനി നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് വരാൻ ഇവിടെയൊക്കെ ബിൽഡിംഗ് വരുന്നത്. ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇവിടെ ബിൽഡിംഗ് വരത്തില്ല, ഇവിടെ വേണമെങ്കിൽ ഒരു പാർക്കൊക്കെ സെറ്റ് ചെയ്യുമല്ലേ. നമുക്ക് പോകാൻ നിങ്ങളിവിടെ തണലത്തേക്കൊക്കെ ഈ ഒരു ഏത് ബിൽഡിങ്ങിൻ്റെ തണലാണ് അതോ ആ ബിൽഡിങ്ങിൻ്റെ തണലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നതോ നമുക്ക് പോകാനുള്ള സമയം. ഇവിടെ കണ്ടോ ഇത് ഫുള്ളും പോച്ചകളും കാര്യങ്ങളും കേട്ടോ. നമ്മുടെ നാട്ടിൽ ചുമ്മാ കളയുന്ന മരങ്ങളും പോച്ചകളും അവർ ഇവിടെ വളർത്തുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ 24 മണിക്കൂർ വെള്ളം ചീറ്റാൻ വേണ്ടിയുള്ള ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാ കണ്ട ആ പൈപ്പ് 24 മണിക്കൂറും വെള്ളം ഇതിലേക്കൂടെ പോകും. ഇതൊരു മരുഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർക്കണം. ഇവിടെ ഇഷ്ടംപോലെ പോച്ചകളില്ല, നമ്മളവിടുത്തെ പോച്ചകൾ അവർ വളർത്തുന്നുണ്ട്. ഏതൊരു വലിയൊരു ബിൽഡിങ് നോക്കിയാൽ ഇതേപോലെ കുറച്ച് ഫൗണ്ടൻ കണ്ട അടുത്ത ബിൽഡിങ്ങാണ്. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് നമ്മൾ കറങ്ങിയിട്ട് തിരിഞ്ഞിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഒരു വണ്ടി വരുന്നുണ്ട്, മാറി നിന്നെങ്കിൽ അവർ ഹോൺ അടിച്ച് ചീത്ത വിളിക്കും. ഇവിടെ വേറെ ചീത്ത വിളിയൊന്നുമില്ല, ഹോണാണ് ഇവരെ ചീത്ത വിളി അല്ലേ. ഒരു ഹോൺ അടിച്ചാൽ സാധാ ചീത്ത വിളി, 2 ഹോൺ അടിച്ചാൽ തന്തയ്ക്ക് വിളിച്ചെന്ന് നോക്കിയിട്ടുണ്ട്. ആ ബിൽഡിംഗ് ഉണ്ട് അടിപൊളി. ഇവിടുത്തെ ബിൽഡിങ്ങിനൊക്കെ വേറൊരു ശൈലി, നമ്മൾ എവിടെ നോക്കിയാലും കാണാത്തൊരു ശൈലിയാണ് അല്ലേ. ആ ഡിസൈനിങ് ഉണ്ട്, എല്ലാം വെറൈറ്റി ഡിസൈനുകളാണ്. പിന്നെ നമ്മളിത് എവിടെയും കണ്ടിട്ടില്ല, യുണീക്കായിരിക്കും എല്ലാ ഡിസൈനും. കണ്ടോ വേറൊരു ഡിസൈൻ. ഇത് കണ്ടോ നമ്മളെ കേരളത്തിൽ ഉള്ള പുല്ലാണിത് കേട്ടോ. കണ്ടോ ഇന്ന് പറിച്ചുകൂടാ കേട്ടോ. പുല്ലാണ് ഇവിടെ വളർത്തി വെച്ച്, ഇത് വളർത്തി വെച്ചേക്കുക. ഈ കണ്ടോ അവിടെയും കണ്ടോ പുല്ലുകൾ വളരുന്നുണ്ടോ, അതവർ വളർത്തിയേക്കാണ് ഈ പുല്ലുകൾ. ഇവിടെ ഈ സൈഡിൽ ഫുള്ളും പുല്ലുകൾ വളർത്തിയിട്ടുണ്ട്, അപ്പുറത്തെ സൈഡിൽ പുല്ലുകളെല്ലാം വളർത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് വളർത്തുകയാണ്, നമ്മളവിടെ വെട്ടിക്കളയാണ്. കണ്ടോ 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 ഇവിടെ എല്ലാം പോച്ചകളും പുല്ലുകളും ഉണ്ട്, പക്ഷെ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബുർജ് ഖലീഫയിൽ ഇവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ ബുർജ് ഖലീഫ എത്തും കേട്ടോ. ഇവിടുത്തെ ബിൽഡിങ് ഉണ്ടകടാമായ ബിൽഡിംഗ് ആണ് ഇതെല്ലാം. ചിലത് ഫ്ലാറ്റാണ് കേട്ടോ, കൂടിപ്പോൾ 2-3 നില മാത്രമേ കാണത്തുള്ളൂ നമുക്ക് ഓഫീസും കാര്യങ്ങളും. പിന്നെ അങ്ങോട്ടുള്ളെല്ലാം ഫ്ലാറ്റുകളും കാര്യങ്ങളാണ്. പക്ഷേ എക്സ്പെൻസീവാണ്, ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടെ ജീവിക്കാൻ കേട്ടോ. ഒരു സ്കൂൾ ബസ് പോകണം കേട്ടോ. വലിയൊരു ബിൽഡിംഗ്, അതിൻ്റെ ഫ്രണ്ടിൽ പോച്ച അല്ലേ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊക്കെ വെട്ടി വൃത്തിയാക്കിയാണല്ലേ. ഇത് നോർമൽ ചെടി, അതിൻ്റെ ഇടയിൽ പോച്ചകൾ കളിപ്പിക്കുന്നുണ്ട്. ഇത് ഫുള്ളും പോച്ച, നമ്മളെ നാട്ടിൽ കാണുന്ന അതേ സീൻ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ബ്രിഡ്ജിൻ്റെ അടിയിലാണ്. ഇതിൻ്റെ നീളം കേട്ടോ, ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഇത് ഒരു വരി കേട്ടോ. ഇങ്ങനെ അറ്റത്തിട്ട് ഇങ്ങനെ നല്ല ദൂരമുണ്ട്. ഇവിടെ ഇപ്പം കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഒരു ബിൽഡിംഗ് വരുന്നുണ്ട്, ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നില്ല. അവിടെ കൺസ്ട്രക്ഷൻ നടക്കാൻ വേണ്ടി അവർ ബേസ്മെൻറ്റ് കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ബേസ്മെൻറ്റ് കിട്ടുന്നത് കേട്ടോ. ബേസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നല്ല ആഴത്തിലെ ബേസ്മെൻറ്റ് ഇട്ടിട്ട് അവിടെ നിന്ന് ആ കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്ത് വരും കേട്ടോ. ഇവിടെ കണ്ടോ പോച്ചകളും, ഇത് പോച്ചകളല്ല, ഇത് ചെടികളാണ്. പക്ഷേ ഇത്രയും കേട്ടോ ഫുള്ളും പോച്ചയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഏത് ചെടിയാണെന്ന് പോലും നമുക്കറിയത്തില്ല. കണ്ട ഇവിടെ പോച്ച കിട്ടേണ്ട ഈ ഒരു പോച്ച ഉണ്ട്, ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന പോച്ചയാണ്. അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇവർ വളർത്തുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. ഏകദേശം 24 hours വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു പൈപ്പ് അതിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളർ പൈപ്പ്. ഇവിടെ ഉണ്ട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഡമക് എന്ന് പറയുന്ന ബിൽഡിംഗ് അവിടെ കണ്ടോ, അതും വലിയൊരു ബിൽഡിംഗ്. ഒരു 40-50 നില ആ റേഞ്ച് വരും, 25 നില ആ റേഞ്ചിലൊക്കെ വരുന്ന ഒരു നില എന്ന് വെച്ചാൽ ഭയങ്കര ഹൈറ്റാണ് കേട്ടോ. ഒരു നില തന്നെ ഇത് മിക്കതും എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ഒരു 5-6 ഫ്ലോറ് ഓഫീസും കാര്യങ്ങളായിരിക്കും. മുകളിലോട്ട് ഫ്ലാറ്റും അങ്ങനെയുള്ള സ്റ്റേയും കാര്യങ്ങൾ. ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ജിമ്മ്, ഹോസ്പിറ്റൽ, ഇതെല്ലാം ഒരു ബിൽഡിംഗ് തന്നെ ഫുള്ളുണ്ട്. അതായത് ഇവർക്ക് വെളി ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല. തൊട്ട് താഴെ തന്നെ നമുക്ക് ഗ്രോസറി ഇങ്ങനെയുള്ള സാധനങ്ങളില്ലേ, മാർക്കറ്റിംഗ്, സൂപ്പർ മാർക്കറ്റ് എല്ലാം താഴെയുണ്ട്. അതായത് ഒരു ബിൽഡിങ്ങിൽ നമ്മൾ താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല, എല്ലാം താഴെ തന്നെ ഉണ്ട്. പിന്നെ കറങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാൽ മതി. ബുർജ് ഖലീഫ ആ സൈഡിലായിട്ട് വരും. അതാണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ പ്ലീസ്. കണ്ട ബുർജ് ഖലീഫ, നെയ്മാറിൻ്റെ ബിൽഡിങ്ങും ബുർജ് ഖലീഫ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ ബിൽഡിങ് വന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഇത്തരം ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിട്ട് കേട്ടോ നിങ്ങളുടെ തണലത്ത് കൂടെ പോകാൻ പറ്റുന്ന കേട്ടോ. ഇവിടെ ഞങ്ങളിപ്പം വന്ന ബസ്സിലാണ് കേട്ടോ. ഏകദേശം നമുക്ക് 7 കിലോമീറ്റർ ഉള്ളായിരുന്നു. ഇത്ര 7 കിലോമീറ്റർ അല്ലായിരുന്നു, 7 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ 41-42 മിനിറ്റിലാണ് നമ്മളിവിടെ എത്തിയത്. അതുകൊണ്ട് ആ സെക്ഷനിൽ കേട്ടോ, ആ ഒരു സെക്ഷനിൽ ഒരു ബിൽഡിംഗ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഒരു 10 വർഷം ദുബായ് ഇങ്ങനെ അല്ലായിരിക്കും ഗൈസ്. ഇടലായിരിക്കും. അത് കണ്ടോ മരുഭൂമിയിലാണ് ഇവരിതൊക്കെ വെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഒരു സിറ്റി എന്ന് പറയുന്നത്. ഇത് ഫുള്ള് ബിസിനസ് ബൈ ആണ്. പിന്നെ അതാണ് വിഷൻ ടവർ കേട്ടോ. നല്ല രസമായിട്ടാണ് വിഷൻ ടവർ കാണാൻ. ഇതുണ്ട് ഈ ഒരു ബിൽഡിംഗ് ഉണ്ട് വളഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഒരു വെട്ടം അടിക്കുമ്പോൾ ഉള്ള ആ ഒരു ഭംഗിയുണ്ട്. ബുർജ് ഖലീഫ ഉണ്ട്. എവിടെ പോയി കഴിഞ്ഞാൽ ബുർജ് ഖലീഫ നമുക്ക് മേളിലോട്ട് പോയി കാണാൻ പറ്റും. മിക്ക ബിൽഡിങ്ങിൻ്റെ താഴെ ഫൗണ്ടൻ കാണും, കോഫി ഷോപ്പ് കാണും. ഇതാണ് ബിൽഡിംഗ് കേട്ടോ. കണ്ട, നമ്മൾ ദുബായ് വിചാരിച്ച പോലെ സിറ്റി അല്ല ഗൈസ്. നമ്മളിപ്പോൾ അന്ന് കണ്ട കരാമയൊക്കെ വെറും ഡെവലപ്പ് ചെയ്യാത്ത നോർമൽ സിറ്റിയാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ഡെവലപ്പ് ചെയ്തിട്ട് എൻ്റെ എന്നും ഡെവലപ്പിംഗ് ആണ് കേട്ടോ. അതായത് അതൊരു വേറൊരു ഏരിയ ആണെങ്കിൽ ഇതൊരു വേറൊരു ഏരിയ. അവിടെയും കമ്പനീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റേ ചെയ്യാൻ സ്ഥലങ്ങളും കാര്യങ്ങളുണ്ട്. അതൊരു നോർമലാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ബിൽഡിംഗ് ആണ്. ഇതൊക്കെ ഫ്ലാറ്റാണ്. ഇതിനകത്ത് നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ പണിഞ്ഞോണ്ടിരിക്കുക ഇതെല്ലാം അവിടെ കണ്ടോ, അതൊക്കെ ഫ്ലാറ്റുകളാണ്. അവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ റൂം റെൻ്റൊക്കെ എടുത്ത് അത് ഇച്ചിരി നല്ല ഹൈ ലെവലായിരിക്കും മിക്കവാറും അവിടെയൊക്കെ വരുന്നത് കേട്ടോ. ഇതൊരു സിറ്റിയാണ്, ഫുൾ സിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കനാൽ പോലെ അതിൻ്റെ അടിയിൽ കൂടെ. ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാട്ടോ ഇവർ. കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ വരാന്തയിൽ നടക്കാം. എനിക്ക് ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ നമുക്ക് റെസിഡൻസ് ഏരിയ ആയിട്ട് തോന്നും. കാര്യം വെച്ചാൽ ഒരു ആൾക്കാരൊന്നുമില്ല. നിങ്ങൾ നോക്കിയത് ഇവിടെ ആൾക്കാരൊക്കെ ഇല്ല. ഇവിടെ കുറേ ബിൽഡിങ്സും ഓഫീസും അങ്ങനെ ഹോട്ടൽസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ളൂ. അതുപോലെ നമ്മളിപ്പോൾ കരാമ അങ്ങനെ ആ ഭാഗത്തോട്ടൊക്കെ പോകണ പോലെയല്ല, ബുർജുമാൻ അങ്ങനത്തെ പോലെയല്ല. ഒരു റെസിഡൻസ് ഏരിയ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ നിൽക്കുന്നത് കറക്റ്റ് ഇതിൻ്റെ സെൻട്രലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഫുള്ളും ബിൽഡിംഗ് ആണ്. ബുർജ് ഖലീഫ നമുക്ക് അവിടെ ദൂരെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഓഫീസ് കണ്ട് അതാണ് ബുർജ് ഖലീഫ. അപ്പോഴും അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഈ കാണുന്ന പോലെയല്ല, നല്ല ദൂരം കാണും കേട്ടോ. ഇതിൻ്റെ 1.5 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം, എന്തായാലും പോയി നോക്കാം. ഇവിടെ ഫുള്ളും ബിൽഡിങ്സ് ആണ്. ബിസിനസ് ബൈ എന്നാണ് ഇതിന് പറയുന്ന പേര്. ബിസിനസ് ബൈ റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൻ്റെ മെട്രോ സ്റ്റേഷനാണ് ആ ദൂരെ കാണുന്നത് കേട്ടോ. അവിടെ നമ്മൾ ഇറങ്ങിയത്. ഇത് നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും. ഭംഗിയാണ് കാണാൻ കേട്ടോ. ബിൽഡിങ്ങും അങ്ങനെയുള്ള വേറൊരു സിറ്റിയാണ്. നമ്മൾ കരാമ അതൊരു വേറൊരു സിറ്റി, അതൊരു ഓൾഡ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡെവലപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റിയാണ്. ഇപ്പോൾ കരാമയിലും കുറേ ഡെവലപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഇതേപോലെ ആക്കിക്കൊണ്ടിരിക്കുക. അവർ ഓരോ ബിൽഡിംഗ് പൊളിച്ചു മാറ്റി പുതിയ വലിയ വലിയ ബിൽഡിങ്ങിലാണ്. ഈ റോഡ് കണ്ടോ, ഇത് ഏകദേശം 3 വഴി പാതേ ഉള്ളൂ. നമ്മളതേപോലെ നമ്മളെ കേരളത്തിലെ റോഡ് പണി വരുമ്പം ഇതേപോലെ ഇരിക്കും. അവിടെ 3 വഴി, അവിടെ 3 വഴി. നമുക്കിവിടെ മറ്റേ എല്ലാ സർവീസ് റോഡ് പോലെ ഇങ്ങനെ ഇട്ടേക്കും. ഇവിടെ നടക്കാനുള്ള സാധനം നമുക്കവിടെ കാണുമെന്ന് എടുക്കത്തില്ല. ഇതേപോലെ ഇരിക്കും നമ്മളെ NH വരുന്നത് കേട്ടോ. ബിൽഡിങ്സൊക്കെ വന്നു കഴിഞ്ഞാൽ കൊള്ളാം. ഇതുപോലെ അവിടെ ഒരു പള്ളി ഉണ്ടോ, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഈ വെയിലടിക്കും, നല്ല ചൂടാണ് കേട്ടോ. പക്ഷെ തണലത്തോട്ട് വന്നു കഴിഞ്ഞാൽ ചൂട് കുറവായിരിക്കും. വെയിൽ ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ടാണ് നമുക്ക് തണലിൽ വരുമ്പോൾ നമുക്ക് അത്ര ചൂട് തോന്നാത്തത്. നമ്മുടെ ചെറുക്കൻ നടന്നങ്ങ് പോയി നമ്മൾ അവിടം വരെയാണ് പോകേണ്ടത്. ഇതുണ്ട് അടിപൊളി ബിൽഡിങ് കേട്ടോ. നല്ല രസമുണ്ട് കാണട്ടെ. അത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അതായത് 3 നില താഴോട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 3 നില താഴോട്ടുള്ള പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുക. അവിടെ പൈലിംഗ് ഇട്ട് സിമെൻറ്റ് ഇട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അടിപൊളി രസമുണ്ട് ആ ബിൽഡിംഗ് കാണാൻ കേട്ടോ. ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഒന്നും ഇല്ല, വേറെ കുറേ ഫ്ലാഗ് ഉണ്ട്. ഇവിടെ കണ്ട ഫുള്ളും നല്ല ബിൽഡിങ് നോക്കിയത് എങ്ങനെ ഉണ്ടെന്നുണ്ട്. ഏത് ഷേപ്പിടേ അതാ പറഞ്ഞത്. ഇവിടെ നമ്മുടെ ദുബായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം യുണീക്കാണ്. എല്ലാം യുണീക്ക് ഷേപ്പുകൾ. നമ്മൾ എങ്ങ് നോക്കിയാലും യുണീക്ക് ഷേപ്പുകളാണ് വരുന്നത്. എന്ത് രസമെന്ന് നോക്കി ഈ ഒരു ബിൽഡിംഗ് കാണാൻ. ഈ ബിൽഡിങ്ങിൻ്റെ പേര് മീ എന്നിട്ടോ, ഈ ബൈ മിലിയ എന്ന് കേട്ടോ ഈ ബിൽഡിങ്ങിൻ്റെ പേര്. അടിപൊളി രസമാട്ടോ ഈ ബിൽഡിംഗ് കാണാൻ. നമ്മളിപ്പോൾ വിചാരിക്കും ആ ബുർജ് ഖലീഫ ആ എമറുണ്ട്, എമറിൻ്റെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ബാക്കിലാണ്. പക്ഷേ അതല്ല ഗൈസ്, കിടപ്പുണ്ട്, ഇനിയും കിടപ്പുണ്ട് നടക്കാൻ. നമുക്ക് ഇവിടെ നിന്ന് കയറിയിട്ട് ആ ബുർജ് ഖലീഫ നമ്മുടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അതിൻ്റെ ബാക്കിലോട്ട് പോകണം. അതാണ് നമ്മളെ ബിൽഡിംഗ്. നമുക്ക് ദുബായ് മാളിൽ പോകണമെങ്കിൽ ഈ വഴി കയറി പോയിക്കണം. നമുക്ക് ദുബായ് മാളിൽ പോകാം. ഇവിടെ ഈ വഴി പോയിക്കണം ബുർജ് ഖലീഫ പോകാം. എന്തായാലും ദുബായ് മാൾ വഴി നമുക്ക് ബുർജ് ഖലീഫയിൽ അകത്തോട്ട് കയറാൻ പറ്റും. എന്തായാലും ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് കറങ്ങി തന്നാലും ബുർജ് ഖലീഫയിൽ പോകാൻ പറ്റും. അമലെ നിനക്കൊരു സ്ട്രീറ്റ് തന്നെ ഉണ്ടാ. നമുക്ക് ഇതുണ്ട് അണ്ടർഗ്രൗണ്ടാണ്. ഇതിലേക്കൂടെ കയറിയിട്ട് അതിലേക്കൂടെ ഇറങ്ങാം. നമ്മൾ ആ അണ്ടർഗ്രൗണ്ടിലോട്ട് ഇറങ്ങുക. അണ്ടർഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ ആ വഴി കയറി വരും കേട്ടോ. ഒരു വൺ സെറ്റപ്പ് തന്നെയല്ലേ കണ്ടോ. ഇതുണ്ടോ ഓതൻറ്റിക്കേഷൻ. ഗൈസ് ഇതൊക്കെ അഴുക്ക്. ഇത് എങ്ങോട്ടാണ് ഇത് ഇറങ്ങി പോണത്? കുറേ ഉണ്ട് കേട്ടോ പോവാൻ. എക്സിറ്റ് ദുബായ് ആണോ ഇത്? അല്ലടേ പോകാൻ പറ്റുമോ? ഇത് നോക്കി ഈ ഗ്രൗണ്ടിൽ വന്ന് കാർ പാർക്കിങ് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ലിഫ്റ്റ് വരെ ഉണ്ട്. ഇത് കാർ പാർക്കിങ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. അണ്ടർഗ്രൗണ്ട് ഇല്ല. അത് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം. നമുക്ക് വേണമെങ്കിൽ അപ്പുറം പോയി ഇറങ്ങാം അല്ലേ? ഇതിലേക്കൂടെ വേണമെങ്കിൽ നടന്ന് നമുക്ക് അപ്പുറത്ത് പോയി ഇറങ്ങാൻ പറ്റും. പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇത് നോക്കി ഇതിൻ്റെ അടിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട്.
കേസ് എവിടെ വന്ന് എത്തുമെന്ന് അറിയത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കണ്ട ആ ഒരു റോഡിൻ്റെ അടിയാണ് ഗൈസ് ഇത്. ഇതിൻ്റെ മുകളിൽ കൂടെ റോഡ് പോണേക്കുന്നത്. ഗൈസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് കാർ പാർക്കിംഗ് കേട്ടോ. ഫ്ലാറ്റ് ഉണ്ട്, പല പല കാര്യങ്ങളുണ്ട്, പക്ഷെ അവിടെ ഒന്നും കാർ പാർക്ക് ചെയ്തിട്ടില്ല. നമ്മളെ ഈ സിറ്റി, ദുബായ് സിറ്റിയുടെ ബിൽഡിംഗ് എല്ലാത്തിൻ്റെ താഴേൽ ഇതേപോലെ പാർക്കിംഗ് സ്ഥലമുണ്ട് കേട്ടോ. ഇത് നടന്നിട്ട് തീരുന്നില്ല, കിലോമീറ്റർ കണക്കുണ്ട് കേട്ടോ. ഇത് എവിടെയാണ് ഇത്? ഒരു രക്ഷയില്ല ഗൈസ്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയതല്ലേ. ഇത് ആലോചിച്ച് നോക്കി, ഇതിനകത്ത് കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഗൈസ് ഇതിൻ്റെ മേളിക്കട റോഡാണ് കേട്ടോ. അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വരും, ഇവിടെ വന്ന് പാർക്ക് ചെയ്യുക. വേണ്ട, നമുക്ക് അവിടെ ആ എക്സിറ്റ് വരെ പോകാം. എക്സിറ്റ് ഒന്ന് എഴുതിയേക്കുന്ന സ്ഥലത്ത് പോകാം. എന്താ വാ, അപ്പോൾ ഇതുവഴി കയറി നടക്കാം ഗൈസ്. ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങളാണ് ഇവർ ഉണ്ടാക്കിയിട്ടേക്കുന്നത് കേട്ടോ. എപ്പോഴും ദുബായ് വരുമ്പോൾ നടന്ന് തന്നെ കാണാം കേട്ടോ. എന്നാലും നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാനോ എന്തെങ്കിലും കാണാനേ പറ്റത്തുള്ളൂ. പിന്നെ അവിടെ കണ്ട പൈപ്പുകൾ പോയിരിക്കുന്നുണ്ട്. എയറിൻ്റെ പൈപ്പായിരിക്കും, വെള്ളത്തിൻ്റെ പൈപ്പായിരിക്കും. സംഭവം സെറ്റപ്പ് തന്നെ കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറയും, ഇത് ഫുള്ളും എയർ കണ്ടീഷണറാണ്. നിങ്ങളത് ആലോചിക്കുക, കാർ പാർക്കിങ്ങാണ് ഇത്. AC വെൻ്റാണ് ആകെ നിങ്ങളാ കാണുന്നത്. ഒന്നും രക്ഷയില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ നടന്ന് ഇത് ഏത് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ പോയി എത്തുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മളിനി പോകുമ്പോഴേ അറിയാമത്തുള്ളൂ കേട്ടോ. നിങ്ങളൊന്ന് ചിന്തിക്കണം, അതായത് ഇതിൻ്റെ അടിയിൽ കാർ പാർക്കിങ് ഏരിയയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ആ ബുർജ് ഖലീഫയുടെ അടുത്തെത്തി കേട്ടോ. കുറേ ഇങ്ങ് നടന്ന് കുറേ ഇങ്ങ് എത്തിയിട്ടുണ്ട്. ഇത് ബുർജ് ഖലീഫയുടെ കറക്റ്റ് സിറ്റികളാട്ടോ. അതാണ്ട് ബുർജ് ഖലീഫ കണ്ട വൈകിട്ടേക്ക് വന്നിരിക്കാനേ ഉള്ളൂ. ഇപ്പോൾ നല്ല ഉച്ചയ്ക്ക് നല്ല വെയിലാണ്. ഇത് കണ്ട ഫൗണ്ടൻ കണ്ട ജസ്റ്റ് ഇങ്ങനെ ഇട്ടേക്ക് നല്ല ഭംഗിയുണ്ട് കണ്ട. ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഇവിടെ വന്ന് വീഴുന്നു. അവിടെ നിന്ന് സ്റ്റെപ്പിൽ വന്ന് വീഴുന്നു. അടുത്ത പോണു. അവിടെ ഒരു നമ്മുടെ UAE ഒരു പതാക ഉണ്ട്, ഒട്ടും വലിയ മുട്ടം പതാക. ഈ പതാകയാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത് കേട്ടോ. എമറിൻ്റെ ബിൽഡിംഗ് അവിടെ ഉണ്ട്. നല്ല കിട്ടിയിലും വൈബുള്ള സ്ഥലം ഗൈസ്, ഒരു രക്ഷയില്ല. നമ്മൾ ബുർജ് ഖലീഫ നിൽക്കുന്നതാ ഇതിനെ തൊട്ടതാ ഈ സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴത്തെ ഒരു രക്ഷയില്ലാത്ത സാധനം ഗൈസ്, ബുർജ് ഖലീഫയിലെ പാർക്കിലോട്ട് പോവുകയാണ്. ഇതാണ് അവരുടെ പാർക്ക് കേട്ടോ. ഫ്രണ്ട് ഏജിലുള്ള കുറച്ച് പാർക്കുകളും കാര്യങ്ങളും. ഇത് അടിപൊളി ബിൽഡിംഗ് കേട്ടോ, നല്ല രസമുണ്ട്. ബുർജ് ഖലീഫയുടെ തല കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ആ വെള്ളം വീഴുന്നുണ്ട്, അത് നല്ല തണുപ്പായിരിക്കും. ഇതാണ് പാർക്ക് വരുന്നത്. നമ്മുടെ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലോട്ടുള്ള പാർക്കാണ്. നമ്മളെ ദുബായ് മാളാണ് ആ കാണുന്ന എല്ലാം ദുബായ് മാളാണ്. ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ പോകണമെങ്കിൽ ദുബായ് മോളിൻ്റെ അടുത്ത് പോകണം, എന്നാലും കാണാൻ പറ്റില്ല. അവിടെ ഒരു സ്റ്റേജാണ്, നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ കയറാൻ പറ്റും കേട്ടോ. ചെറിയൊരു സ്റ്റേജ് പോലെ ഇട്ടിട്ടുണ്ട്. ഓ ഗായ്സ്, ഇതാണ്ട് ബുർജ് ഖലീഫ ഫ്രണ്ടിലെത്തി നമ്മൾ. ഗൈസ് കണ്ടോ, ഇതാണ് ഗായ്സ് നിങ്ങൾ കാണേണ്ടുള്ള ബുർജ് ഖലീഫ ഗായ്സ്. നമ്മൾ കറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇതെന്താണ് ഗൈസ് ഈ കാണുന്നത്? ഇവിടെ ഫുള്ളും ടൂറിസ്റ്റും ആൾക്കാരാട്ടോ ഫുള്ളുള്ളത്. ഇവിടെ കുറേ ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ നിന്നാണ് ഇവർക്ക് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കാണുന്നത്. കറക്റ്റ് നമ്മൾ ബുർജ് ഖലീഫയുടെ ഫ്രണ്ട്. ഇത് ഫ്രണ്ട് എന്ന് പറയാൻ സംഭവമില്ല കേട്ടോ. ബുർജ് ഖലീഫയിൽ ഫൗണ്ടനും കാര്യങ്ങളും വരുന്നത് നമ്മളെ മോളുണ്ട്, നമ്മളെ ദുബായ് മോളുണ്ട്, അതിൻ്റെ ഫ്രണ്ട് ഫൗണ്ടനൊക്കെ വരുന്നത്. ഇത് ജസ്റ്റ് ഇത് സാധാരണ നോർമൽ പാർക്കിൻ്റെ ഒരു ഫൗണ്ടനാണ്, അല്ലാതെ വലിയൊരു ഫൗണ്ടൻ നമ്മളെ ബുർജ് ഖലീഫയുടെ ഫ്രണ്ട് സൈഡ് ഇതല്ല. ഫ്രണ്ട് സൈഡ് അപ്പുറത്ത് ആ സൈഡിലായിട്ട് വരും കേട്ടോ. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആ ഡിസ്പ്ലേ ഉള്ള സൈഡ് അപ്പുറത്തെ സൈഡിലാണ്. ഇത് ഹോട്ടൽസ് ആട്ടോ. ഹോട്ടൽസും പിന്നെ റൂംസും കാര്യങ്ങളും ഫ്ലാറ്റുകളൊക്കെയാണ്. ഈ ഫ്ലാറ്റിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും ബുർജ് ഖലീഫ കണ്ടുകൊണ്ട് നിൽക്കാം. ഗൈസിനെ തിളങ്ങുന്ന ബുർജ് ഖലീഫ. ഇത് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ തോന്നത്തുള്ളൂ, പക്ഷേ ഇത് ഒരു ചരിവുണ്ടായി എനിക്ക് തോന്നി കേട്ടോ. ഇത് എത്ര ഉയരം ഉണ്ടായിട്ട് കേട്ടോ. നമുക്ക് ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ പോകണം. ഇതാ ഇവിടെ നിന്ന് ഈ ഒരു സംഭവം കയറി ആ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ പോകാൻ പറ്റും കേട്ടോ. പിന്നെ ദുബായ് മോളാണ് ആ കാണുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഇത് ഫുള്ളും പാർക്ക്. ഇവിടെ നിന്നാണ് എല്ലാവരും ന്യൂ ഇയറൊക്കെ ആഘോഷിക്കുന്നത് കേട്ടോ. ഇവിടെ ഭയങ്കര പ്രോഗ്രാമാണ്. ഇവിടെ ന്യൂ ഇയറിൻ്റെ അന്ന് നമുക്ക് ഒന്ന് സൂചി കുത്താൻ പോലും സ്ഥലം കാണത്തില്ല, അല്ലെങ്കിൽ നമ്മൾ അതിന് മുന്നേ വരണം. അവിടെ ഒരു കപ്പൽ പോലെ ഇരിക്കുന്ന ഒരു ബിൽഡിംഗ് കണ്ടോ കേസ്, അതിൻ്റെ പേരറിയാം. എല്ലാ എമറിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. നൂണ് കണ്ടോ, നൂണിൻ്റെ ഒരു ബിൽഡിങ്. എല്ലാത്തിൻ്റെയും ഒരു ഹെഡ് ഓഫീസ് ഈ ഒരു ഏരിയയിൽ കാണും. എല്ലാത്തിൻ്റെ വെച്ചാൽ എല്ലാത്തിൻ്റെ നമ്മുടെ റാവ്സിൻ്റെ വരെ ഓഫീസുകൾ ഇവിടെ ഉണ്ട്. പിന്നെ വേറെ ഏതൊക്കെ ഓഫീസുണ്ട് ഇവിടെ? നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലുള്ള ലുലുവിൻ്റെ ഓഫീസുണ്ട് ഇവിടെ. എല്ലാത്തിൻ്റെയും ഓഫീസ് ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ ഓഫീസ്. ഇപ്പോൾ HDFC, SBI ഇങ്ങനെയൊക്കെയുള്ള ബാങ്ക്. SBIയുടെ ഒരു ബാങ്കിനെ അവിടെ പോകുമ്പോൾ കണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഫ്ലാറ്റ് കണ്ടോ, ഫ്ലാറ്റാണ്, ഹോട്ടലാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഫൗണ്ടൻസ് ആണ്. പട്ടിയെ കൊണ്ടുവന്നാൽ ഇവിടെ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, അതായത് തറയിലൊന്നും ഇട്ടാൻ പാടില്ല, കൊണ്ടുവരാൻ പക്ഷേ ക്ലീൻ ചെയ്യണം. അതാണ് ബുർജ് ഖലീഫ. നമുക്ക് അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇതാണ് ബുർജ് ഖലീഫയുടെ ഫൗണ്ടൻ വരുന്നത്. അവിടെ മ്യൂസിക്കൊക്കെ പ്ലേ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. നമുക്കൊരു വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആയിട്ടാണ് നമ്മളിനി
അങ്ങോട്ട് പോകണം കേട്ടോ. ഇവിടെ ബോട്ട് സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകാം ഗൈസ് അല്ലേ. പക്ഷേ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഇനിയും ഉണ്ട് കേട്ടോ അങ്ങോട്ടല്ലേ. ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്, ഒരു രക്ഷയില്ല ഗൈസ്. നിങ്ങളിത് കാണുക, ഫോട്ടോഷൂട്ടും കാര്യങ്ങളുണ്ട് നടക്കുന്നത്. പിന്നെ അവിടെയും ഫോട്ടോകൾ എടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് മാറ്റാട്ടോ ഇട്ടേക്കുന്നത്. അതാണ് ഫൗണ്ടൻ. നമ്മളെ ദുബായ് മോൾ വരുന്നത് അവിടെയാണ്. നമ്മൾ ഇപ്പുറത്തെ സൈഡിലാണ് ഇറങ്ങിയത്. നമുക്കാണെങ്കിൽ ദുബായ് മോളിൻ്റെ അവിടെ പോകാം. പല പല റീൽസിലും കാര്യങ്ങളിലും കാണുന്ന ഫൗണ്ടനാണ് ഗൈസ് ഈ കാണുന്നത് അല്ലേടാ. ഇതാണ് ഫൗണ്ടൻ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ നിന്നാണ് ന്യൂയോർക്കിൽ നിന്ന് കാലുകുത്താൻ പോലും സ്ഥലം കാണത്തില്ല. ഇതാണ് ഫൗണ്ടൻ. ഇവിടെ നിന്ന് ബോട്ട് സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെറിയൊരു മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അറിയത്തില്ല ഇനി എപ്പോഴായിരിക്കും, രാത്രി ആയിരിക്കും ഇതിൻ്റെ ഒരു ഇത് വരുന്നില്ലേ, വെള്ളച്ചാട്ടവും കാര്യങ്ങളും. നമുക്ക് എന്താ ദുബായ് മോൾ വന്നു കഴിഞ്ഞാൽ അതോ അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. പ്ലെയിനൊക്കെ പോകണുണ്ട് അതിൻ്റെ മേളിൽ കൂടെ. ഗൈസ് രക്ഷയില്ല. ഇത് അണ്ടകടാമായിട്ട് കിടക്കുകയാണ് കേട്ടോ. നമ്മൾ ഇപ്പം ബുർജ് ഖലീഫയുടെ ഇതൊരു ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് എടുക്കുന്ന ഒരു സ്ഥലം, അതായത് പാർക്കാണ്. അതാ ബുർജ് ഖലീഫ ആ ഒരു കോമ്പൗണ്ടിലാണ് രണ്ട് ആൾക്കാർ നടക്കുന്നത്. അതിലേക്ക് നമുക്കിങ്ങനെ നടക്കാനൊക്കെ പറ്റും കേട്ടോ. അതാണ് ദുബായ് മോൾ. അത് വഴി നടക്കാൻ പറ്റും. ബുർജ് ഖലീഫയുടെ ഫ്രണ്ടേജാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫ്രണ്ടേജ് ആ ഒരു സൈഡിലായിട്ട് വരും, അപ്പുറത്തെ സൈഡിലായിട്ട് വരും. ഇവിടെ നിന്നാണ് ഫുൾ ഷോയും കാര്യങ്ങളും LED സ്ട്രിപ്പുകളെല്ലാം വെച്ചിരിക്കുന്നത് ഈ ഒരു സൈഡിലാട്ടോ. മിക്കവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന എമറിൻ്റെ ആ ബിൽഡിംഗ് കേട്ടോ. ആ ബിൽഡിങ്ങിൽ നിന്നിട്ടാണ് മിക്ക ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെങ്കിൽ അതെല്ലാം എടുക്കുന്നത്. അതേപോലെ അവിടുത്തെ ആ റൂമുണ്ട്, ആ റൂമിൽ ആ ഒരു സൈഡിൽ നിന്നാണ് ഇവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് എല്ലാം സ്പീക്കർ വെച്ചിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയാണ് സ്പീക്കേഴ്സും ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചെറുതായിട്ട് സൗണ്ട് കേൾക്കുന്നത്. അതായത് ഇവിടെ ഫൗണ്ടൻ്റെ മറ്റേ ആ പ്രോഗ്രാം നടക്കാൻ സമയത്ത് ഇതിൻ്റെ അകത്തായിരിക്കും സ്പീക്കറും കാര്യങ്ങളും വെച്ചിട്ട് ഇതിടുന്നത്. അതേപോലെ തന്നെ നമുക്ക് ലേസർ ഷോ ഒക്കെ നടത്താനായിരിക്കും ഈ സ്പീക്കേഴ്സിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇവിടെ ലൈറ്റാണ്, ഈ ഇട്ടേക്കുന്ന ലൈറ്റും പിന്നെ താഴെ ഇരിക്കുന്ന സ്പീക്കേഴ്സാണ്. ഇതിൻ്റെ താഴെ സ്പീക്കേഴ്സ് ഓക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിത് കുറേ റീലിൽ കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. അതാണ്ട് ഈ കാണുന്നത്. ഇത് ലൈറ്റും പച്ചയും മഞ്ഞയൊക്കെ കത്തുന്ന ലൈറ്റും കത്തുന്നതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അവിടെ നിന്നൊരു ഷോട്ട് എടുക്കാം, വീഡിയോ എടുക്കാൻ പറ്റും. റീലൊക്കെ കുറേ റീലുകൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ഈ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലോട്ട് നിൽക്കുന്നതായിട്ടുള്ള റീൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു പോർഷൻ മരുഭൂമിയിലാണ് അവർ ഗ്രാസ് വെച്ചിരിക്കുന്നത്. വെള്ളം നനയ്ക്കാൻ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതുമല്ല നമ്മളവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വന്നല്ലോ, ഇങ്ങനെ വന്ന ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഒരാൾ പോലും നമ്മളോട് ഒരു മിസ്ബിഹേവായിട്ട് പെരുമാറുമോ അല്ലെങ്കിൽ നമ്മളോട് വഴക്കിടുവോ, നിങ്ങൾ അത് ചെയ്യലും ഇത് ചെയ്യല്ലോ എന്നൊന്നും പറയത്തില്ല. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടെ ഉള്ളവർ തന്നെ നമ്മളോട് പെരുമാറുന്നത്. അതേപോലെ ഇവിടുത്തെ ഗാർഡും കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞുതരും. പക്ഷേ നമ്മൾ ആ ലാംഗ്വേജ് ഇച്ചിരി പ്രശ്നമാണ്. ഇവരെ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാകത്തില്ല. പല പല രാജ്യത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഇംഗ്ലീഷ് പറയുമ്പം നമുക്ക് ചിലപ്പോൾ മനസ്സിലാവാതെ വരും. എന്നാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ സ്പീക്കർക്കിടെ ബാങ്കുളി ചെയ്യും കേട്ടോ ഗൈസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാറുഖ് ഖാനൊക്കെ നിന്ന് എടുത്ത ഒരു ഷോട്ടുണ്ട് ഗൈസ്. ബർത്ത്ഡേയുടെ അന്ന് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കീറി അവിടെ നിന്ന് എടുക്കുന്ന ഒരു ഷോട്ടുണ്ട്. കുറേ വൈറലാണ്. ബുർജ് ഖലീഫയാണ് നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത്. ഇവിടെ നിന്ന് കുറേ ഷോട്ട് ഇപ്പോൾ കുറേ പേര് ഇവിടെ വന്ന് എടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കയറിയിട്ട് അവിടെ വന്ന് നിൽക്കുന്ന ഷോട്ടുകളുണ്ട്. ഏറ്റവും വലിയ കൊടിയെന്നവർ പറഞ്ഞത് ഇന്ത്യക്ക് ഇതേപോലൊരു വലിയൊരു കൊടിയുണ്ട്. ഇതൊക്കെ നമ്മൾ റീലിൽ കുറേ കണ്ടായത്. നമുക്ക് ഇങ്ങനെ ചുപ്പോൾ പച്ച ചുപ്പൊക്കെ കാണുന്നത് രാത്രിയാണ്, എന്നാലും ഇത് കാണാൻ പറ്റത്തുള്ളൂ. കുറച്ച് വീഡിയോസ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ. ഗൈസ് ആ ബിൽഡിംഗ് ഉണ്ട്, അതാണ് എമറിൻ്റെ മെയിൻ ബിൽഡിംഗ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ, റെസ്റ്റോറൻറ്റ്. പിന്നെ അവിടെ കുറച്ച് ഇത് വരുന്നുണ്ട്, ബോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലേക്ക് വഴി ഇങ്ങനെ ചുമ്മാ കറങ്ങാം, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ അതേപോലെ ഇഷ്ടംപോലെ ആൾക്കാർ നടക്കുന്നുണ്ട്. ആ ദുബായ് മാളിൽ നിന്ന് വരുന്നത് നമുക്കിനി അങ്ങോട്ട് പോകണമെന്നുണ്ട്. ഇവിടെയൊക്കെ എമറിൻ്റെ ബിൽഡിങ്ങാണ്. എമർ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സംഭവമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നിങ്ങൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ നോക്കിയാൽ നല്ല കിടക്കാച്ച സാധനം. ബുർജ് ഖലീഫയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിത് ഫുൾ സൈഡ് ഫ്രണ്ട് റൗണ്ട് ഷേപ്പിലാണ് കിടക്കുന്നത്. പക്ഷേ മെയിൻ എൻട്രൻസും പിന്നെ ആ സ്ട്രിപ്പ് LED സ്ട്രിപ്പ് വരുന്നത്, ഇതാണ് LED സ്ട്രിപ്പ് ഈ സൈഡിലാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എമറിൻ്റെ ഒരു ഹോട്ടലോ അത് റെസ്റ്റോറൻറ്റോ ഹോട്ടലോ അത് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു സാധനം അതാണ് കറക്റ്റ് ഫ്രണ്ട്. അതിൻ്റെ ഫ്രണ്ടാണ്
ഇതിൻ്റെ ഫ്രണ്ടും ഇങ്ങനെ മുഖാമുഖമായിട്ട് നോക്കി നിൽക്കുകയാണ്. ഇതാണ് അതിൻ്റെ മെയിൻ ഒരു ഇത്. നമ്മളെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട്, അതായത് ബുർജ് ഖലീഫയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും ദുബായ് മോൾ വരുന്നത് കേട്ടോ. എമറിൻ്റെ ബിൽഡിങ് ഫുള്ളുള്ളത്. ഇപ്പോൾ നമ്മളെ കുറുപ്പിൻ്റെയൊക്കെ ട്രെയിലർ ഇതിൻ്റെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം നമ്മുടെ ദുൽഖർ സൽമാൻ അല്ലേ, ദുൽഖർ സൽമാൻ കുറുപ്പിൻ്റെ ട്രെയിലർ ആ ഒരു പോസ്റ്റ് കണ്ടത്. പിന്നെ നമ്മളെ ഷാറുഖ് ഖാൻ വന്നിറങ്ങിയ സ്ഥലമൊക്കെയാണ് ആ കാണുന്നത്. അവിടെയൊക്കെ ഷാറുഖ് ഖാൻ വന്നിറങ്ങിയിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ വന്ന് നിന്ന് വീഡിയോസ് എടുത്തിട്ടുണ്ട്. സോ ആ നമ്മൾ കയറി നിന്ന് ആ പോർഷനിൽ നിന്നും വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്കിനി എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റുമോ നമ്മൾ നോക്കുക. ഇതിലേക്ക് നടന്ന് നമുക്ക് വേണമെങ്കിൽ ആ വഴി കയറി നേരെ ദുബായ് മോളിലോട്ട് പോകാം. ഇവിടെ ഫുൾ ഫോറിനേഴ്സാണ് ഉള്ളത്, കൂടുതലും ചൈനക്കാരാണ് കൂടുതലും വരുന്നത് കേട്ടോ. പിന്നെ അവിടെ കണ്ട ആൾക്കാരോട് അവിടെ ഇരിക്കുന്ന കേട്ടോ, ഓരോരുത്തർ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. നമ്മൾ നൈക്കിൻ്റെയൊക്കെ നൈക്കിൻ്റെ ഒരു ഷോറൂമാണെന്ന് തോന്നുന്നു. അവിടെ ഉണ്ട് നൈക്കിൻ്റെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ നമുക്ക് എന്തായാലും ദുബായ് മോളിൻ്റെ അകത്താണ് ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണാനുള്ളത്. ഞാൻ മിക്കവാറും ഇത് 2 പാർട്ടായിട്ട് എടുക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല രീതിയിൽ ലെന്ത് വരും കേട്ടോ. അത് കാരണം കൊണ്ടാണ് 2 ഷോർട്ടായിട്ട് ഇടുന്നത്. കണ്ടോ, ഇനി നമ്മൾ എന്തായാലും അകത്തോട്ട് പോകും. കൂടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത്. ഇതാണ് കറക്റ്റ് നമ്മുടെ ബുർജ് ഖലീഫയുടെ ഫ്രണ്ട് വരുന്നത് കേട്ടോ. ഈ ഒരു പോർഷനാണ് വരുന്നത്. ഫൗണ്ടനും കാര്യങ്ങളുണ്ട്. ആൾക്കാർ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ പോകാം കേട്ടോ. അവിടെയൊക്കെ പോകാം. നമ്മൾ പിന്നെ ഒരു ദിവസം വരുമ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷന് ഫുള്ളും ഒബ്സർവേഷൻ ഡെക്കുണ്ട്. അതിൻ്റെ അവിടം വരെ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ പോകണമായിരിക്കും കേട്ടോ. ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ മാളല്ലേ 2ാമത്തെ മാളും. ആ, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മാളിൽ ഒരു 3ാമതോ 2ാമതോ കൊണ്ട് നിൽക്കുന്ന മാളാണ്. എനിക്കൊന്ന് 1ാമതായിരുന്നു മുന്നേ. ഇപ്പോൾ വേറെ ഏതോ മോൾ വന്നിട്ടുണ്ട്, എനിക്കറിയില്ല. നിങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ. എന്തുമായാലും ഒരു ആദ്യത്തെ ഒരു 3ഓ 4ഓ മോൾ എടുത്താൽ അതിൽ നിൽക്കുന്ന 2ാമതോ 3ാമതോ നിൽക്കുന്ന മോളാണ് ദുബായ് മോൾ. ഇത് നടക്കാൻ ഇഷ്ടം പോലുണ്ട്. ഇതുകൊണ്ട് അവിടെ നിന്നായിരിക്കട്ടെ കണ്ടത്. ഇതുകൊണ്ടേ ആ ഡെക്ക് അവിടെ നിന്നായിരിക്കും നമ്മൾ ആ 2 പോർഷൻ കാണാൻ പറ്റും. മിക്ക ഷാറുഖ് ഖാനും പിന്നെ ദുൽഖർ സൽമാനൊക്കെ ഇടുന്നത് കാണുന്നത് ആ പോർഷൻ. അപ്പോൾ അവിടെ നിന്നാണ് എല്ലാവരും കാണുന്നത്. കറക്റ്റ് നമ്മുടെ ഈ എമർ കണ്ടോ, എമറിൻ്റെ ബിൽഡിംഗ് കണ്ടോ, ആ എമറിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ബുർജ് ഖലീഫ വരുന്നത് കേട്ടോ. കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡാണ് ബുർജ് ഖലീഫ വരുന്നത്. അത് നോക്കിക്കൊണ്ടിരിക്കും. ആ പോർഷനാണ് എല്ലാവരും ഒബ്സർവേഷൻ ഡെക്കായിട്ട് വരുന്നത് കേട്ടോ. ആ ഒരു പോർഷൻ തൊട്ട് ഓപ്പോസിറ്റ് ബുർജ് ഖലീഫ, മുഖാമുഖം ബുർജ് ഖലീഫ. ആസ്വദിച്ചിട്ടേ നമ്മൾ പോകുന്നുള്ളൂ ഇല്ലടാ. ഇവിടെ കണ്ടോ, ഇതേപോലെ കുറേ ക്ലിയർ ഉണ്ട് കേട്ടോ. ഇത് ദുബായിൽ കാണുന്ന ഒരു പലതരം കിളികളാണ്. ഈ കിളികളാട്ടോ, പ്രാവുകളൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഈ കിളി. ഫോട്ടോസ് എടുത്ത ആ ഒരു സ്ഥലത്ത് അവിടെ ഒരു പാർക്കാണ്, ഒരു പ്ലാറ്റ്ഫോം പോലെ. അവിടെ നിന്ന് ഫോട്ടോസ് എടുത്ത കേട്ടോ. ആൾക്കാരൊക്കെ വന്ന് ഇപ്പോൾ ഇനി രാത്രിയാകുമ്പോൾ ഭയങ്കര ആൾക്കാരായിരിക്കും. ബുർജ് ഖലീഫയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് ബിൽഡിംഗ്, ബുർജ് ഖലീഫയുടെ ബിൽഡിംഗ്. അവിടോട്ടാണ്, അതിൻ്റെ ഫ്രണ്ടിലോട്ട് വേണമെങ്കിൽ നടന്ന് കയറാം. ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട്, അവിടെ നടന്ന് കയറാൻ പറ്റും കേട്ടോ. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലെ ഫൗണ്ടൻ വരുന്നത്. എന്ത് രസമാണെന്ന് നോക്കി ഫ്രണ്ട് എൻട്രൻസ് ആ കാണുന്നത്. നമുക്കാണെങ്കിൽ ഇതുവഴി കയറാം. എന്നാൽ റോഡൊക്കെ വരുന്ന അപ്പുറത്ത് ആ സൈഡിലായിരുന്നു റോഡ് വരുന്നത് കേട്ടോ. റോഡ് വന്ന് കയറുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗവും ഫ്രണ്ടാണ്. എല്ലാ ഭാഗം നോക്കിയാൽ ഇതേപോലെ ഇരിക്കും. ഫ്രണ്ട് എന്ന് പറയാൻ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇവിടെയാണ് ഡിസ്പ്ലേ വരുന്നത്. നമ്മുടെ വീഡിയോ എന്തായാലും വൈൻഡ് ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ ബാറ്ററി ചാർജ് ചെയ്തത്. എപ്പോഴും നമ്മളൊരു പ്രശ്നമാണ് നമ്മുടെ ഫോണിലെ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. കുറേ വീഡിയോ ഏകദേശം ഒരു 40 മിനിറ്റാണ്ട് വരും. പക്ഷേ ഞാൻ കട്ട് ചെയ്ത് ചെറുതാക്കും കേട്ടോ. തൊട്ട് ബാക്കിലുള്ള. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഇനിയും വരുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ നേരെ കയറിയത് ഈ ഒരു സെക്ഷനിൽ നിന്നാണ് കയറി വന്നത്. നമുക്ക് വേണമെങ്കിൽ ദുബായ് മോൾ വഴി കയറി വരാം. ആ വഴിയുണ്ട്, ആ വഴി ഇങ്ങനെ കറങ്ങി നമുക്കാണെങ്കിൽ ഇവിടെ വരാൻ പറ്റും, ഈ പാർക്കിൽ വരാൻ പറ്റും. അതേപോലെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ദുബായിൽ ഇനിയും ഉണ്ട് സംഭവങ്ങൾ കാണാൻ. ബുർജ് ഖലീഫ മാത്രമല്ല, ആ മുമ്പോട്ടാണ് ബുർജ് ഖലീഫയുടെ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. അതാ ഇവിടെ ആൾക്കാർ നടന്നു വരുന്നുണ്ട്. ഈ സംഭവം നടന്ന് നമുക്ക് നേരെ ദുബായ് മോളിലോട്ട് പോകാൻ പറ്റും. മോളിൽ പോകുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ കറങ്ങി ഈ പാർക്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. പാർക്കിൻ്റെ സെൻട്രലായിട്ടൊരു കിട്ടിലെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഒരു രക്ഷയില്ല. ആൾക്കാരൊക്കെ ഇവിടെ വന്നിരുന്ന് റീലും കാര്യങ്ങളും ഇഷ്ടം പോലെ റീലുകൾ എടുക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്നവരെല്ലാവരും ഇൻഫ്ലുവൻസറാണ് കേട്ടോ. എല്ലാവർക്കും യൂട്യൂബിൽ 1K മില്യൺസൊക്കെ 1 മില്യൺസൊക്കെ ഉള്ളവരാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ഇൻഫ്ലുവൻസറാണ് ഈ ഫുള്ള്. ഈ ഇരിക്കുന്ന ആരെയും ഒറ്റ വഴിയിൽ അങ്ങനെയാണ്. കുറേ പേര് അവിടെ റീൽ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ചാട്ടം ചാടിയതാണ് കേസ്. അതെല്ലാം റീലായിട്ട് ഇഷ്ടം പോലെ വരും. പിന്നെ ചാടി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേസ്. അതുപോലെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. എന്നാൽ ഇതാണ് നമ്മുടെ ദുബായ് ഫൗണ്ടൻ വരുന്നത്. അവിടെയാണ് വാട്ടർ ഡാൻസ് ഒക്കെ ചെയ്തില്ലേ, ഫൗണ്ടൻ്റെ ആ ഒരു ഷോ നടക്കുന്നതൊക്കെ ആ ഒരു സ്ഥലത്താണ്. നമ്മുടെ ഫ്രണ്ട് കറക്റ്റ് ബുർജ് ഖലീഫയുടെ ഫ്രണ്ട് വരുന്ന ആ ഒരു പോർഷനിലാണ്. നമുക്കാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇങ്ങനെ കറങ്ങി അതുവഴി കയറിയതാണ്
ആ ദുബായ് മോളിലോട്ട് പോകുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ വീഡിയോ എന്തായാലും ഇപ്പം ഞാൻ ബാറ്ററി എപ്പോൾ വേണമെങ്കിലും തീരും. അതുകൊണ്ടാണ് ഞാൻ വൈൻഡപ്പ് ദുബായ് നമ്മുടെ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി നിന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ഗൈസ്. ഇനി ഇഷ്ടംപോലെ വീഡിയോസ് ആയിരുന്നു. ഓക്കെ, ബൈ ബൈ. നടന്ന് നമ്മൾ സിനിയെ കണ്ടിരിക്കുകയാണ് ഗൈസ്. നോക്കിയത് എന്ത് ഭംഗി നോക്കിയേ, എങ്ങനെ